are going in. Oh, I'm watching it. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഒമാൻ ട്രിപ്പ് ഡേ 2 വ്ളോഗാണ്. ലാസ്റ്റ് വ്ളോഗിൽ ഒമാനിലെത്തുന്നത് വരെയുള്ളതായിരുന്നു കാണിച്ചിരുന്നത്. ഇന്ന് ഒമാനിലെത്തിയിട്ട് ഒമാനിലെ ഡേ 1 വ്ളോഗാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ട പോലെ റമദ ഹോട്ടലായിരുന്നു, മസ്കറ്റിലെ റമദ ഹോട്ടലായിരുന്നു താമസിച്ചത്. നമ്മൾ രാവിലെ തന്നെ നേരെ മസ്കറ്റിലുള്ള സുൽത്താൻ ഖബൂസ് ഗ്രാൻഡ് മോസ്കിലാണ് പോയത്. സുൽത്താൻ ഖബൂസ് ഗ്രാൻഡ് മോസ്ക് ഒമാനിലെ തന്നെ ഏറ്റവും വലിയ മോസ്കാണ്. ഏറ്റവും നല്ല ഭംഗിയിൽ തന്നെ ഈ മോസ്ക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായ മോസ്കാണ്. ഒമാൻ എന്ന് പറയുമ്പം നമുക്കറിയുന്നത് പോലെ പ്രകൃതി രമണീയത കൊണ്ട് നിറഞ്ഞതാണ്. അത് നമുക്ക് ഈ മോസ്കിലും കാണാൻ പറ്റും. ഉള്ള സ്ഥലത്തൊക്കെ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ച് ഇതിൻ്റെ ഭംഗി ഏറെ കൂട്ടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പാർക്കിലേക്കാണ്. ഹസ്ലിന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ പാർക്കിലേക്കാണ് പോയത്. ഖുറം നേച്ചറൽ പാർക്കാണ്. നമ്മൾ പാർക്കിലെത്തി. അത്യാവശ്യം ഹസ്ലിന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാർക്കിൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ഇവിടെ ഒരു ലൈബ്രറി ഏരിയ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് പുസ്തകം എടുത്തിട്ട് വായിച്ചിട്ട് അവിടെ തന്നെ തിരികെ വെക്കണം. അങ്ങനെ ജാവ അവിടെ നിന്നൊരു പുസ്തകം എടുത്തു. അങ്ങനെ നേരെ ഹസ്ലിനെയും കൊണ്ട് കളിക്കാൻ പോവാണ്. അത്യാവശ്യം വിശാലമായ സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം കളിക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. എന്തായാലും ഹസ്ലിൻ എൻജോയ് ചെയ്തു. നല്ല ഭംഗിയുള്ള, നല്ല വൃത്തിയുള്ള നല്ല പാർക്കാണ്. അങ്ങനെ പാർക്കിൽ നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും ടയേർഡായി. പക്ഷെ അസ്ലിൻ ഇത്ര കളിച്ചിട്ടും ടയേർഡൊന്നും ആയില്ല. എന്നിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനും പിന്നെ കുറച്ച് ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് നമ്മൾ നേരെ തിരികെ റമദ ഹോട്ടലിലേക്ക് തന്നെ പോവാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു നേരെ ഹോട്ടലിലേക്ക്. പിന്നെ നമ്മൾ വന്നപ്പം കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചത് രാത്രി ആയതുകൊണ്ട് അങ്ങനെ കൂടുതലൊന്നും കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഒന്നുകൂടി വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇതാണ് ഹോട്ടലിൻ്റെ എൻട്രൻസ്.
ഞങ്ങൾ 6th ഫ്ലോറിലാണ് കേട്ടോ. നമ്മൾ 6th ഫ്ലോറിലെത്തി. നമ്മുടെ റൂമിലേക്ക് പോവാണേ. ഇതാണ് നമ്മുടെ റൂം. അപ്പം നമ്മൾ താമസിക്കുന്ന റൂം എങ്ങനെയുണ്ടെന്ന് കണ്ടുവരും കേട്ടോ. ഹോട്ടൽ മുറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് പോർട്ടിലേക്കാണ്, മസ്കറ്റിലെ പോർട്ടിലേക്ക്. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ വീഡിയോ എടുക്കാൻ കാരണം അത്രയും ഭംഗിയുള്ളത് കൊണ്ടാണ്. കാരണം ഈ മലകളും ആകാശവും പിന്നെ ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതും ഒക്കെ എല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ കാണുമ്പം നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. മസ്കറ്റിലെ മത്ര സൂക്കും പോർട്ടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പം മത്ര സൂക്കിലേക്കും നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ആദ്യം പോർട്ടിലേക്ക് പോകാമെന്ന് വെച്ച്. ഇതാണ് മത്ര സൂക്ക് കേട്ടോ. കുറച്ച് വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റും നല്ലതായിരുന്നു. കാറ്റും നല്ല അത്യാവശ്യത്തിന് തണുപ്പൊക്കെയായി നല്ലതായിരുന്നു. ഇവിടുത്തെ മലകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒന്നുമില്ല, മരങ്ങളൊക്കെ ഒന്നുമില്ലാതെ വെറും വരണ്ട മലകൾ. നമ്മൾ പോർട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഏരിയ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം മലയും വലിയ മരങ്ങളും പിന്നെ കടലും എല്ലാം കൂടി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി.
വലിയൊരു പടുകൂറ്റൻ ഷിപ്പ് അവിടെ നമുക്ക് കാണാം. കുറേ ഷിപ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ നേരെ മദ്രാസ് സൂക്കിലേക്ക് പോവാണ്. ഇവിടെ ഞങ്ങൾ കണ്ട ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പം ഈ ഗ്രീൻ സിമ്പൽ കൂടാതെ ആ സമയത്ത് ഒരു ശബ്ദവും കൂടി വരും. അത് ഞങ്ങൾ മനസ്സിലാക്കിയത് ബ്ലൈൻഡായവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം. ഏതായാലും നല്ലൊരു കാര്യമാണ് ആ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മദ്രാസ് സൂക്കിലോട്ട് അങ്ങ് കയറി. നമ്മൾ ഏതൊരു സൂക്കിലും കാണുന്ന പോലെ തന്നെ ഇപ്പം ഇവിടെ ഒമാനിലെ ഒരുപാട് ഐറ്റംസാണ്. ഒമാനിലെ ഡ്രസ്സുകൾ, പിന്നെ അങ്ങനെ ഓരോ ഐറ്റമും അവരുടെ ട്രഡീഷണൽ ഐറ്റംസാണ്. ഇത് നമ്മൾ ഇവിടെ നിന്ന് ആകെ വാങ്ങിയിരിക്കുന്നത് മാഗ്നറ്റും, ഒമാനിലെ മാഗ്നറ്റ്, പിന്നെ ജഹ്വക്കൊരു ബ്രേസ്ലെറ്റും ഹസ്ലിനൊരു കളിപ്പാട്ടമാണ്. ഇവിടെ നല്ല റേറ്റാണ് കേട്ടോ. മറ്റുള്ള ഷോപ്സിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല റേറ്റാണ് ഇങ്ങനെ സൂക്കിൽ നിന്ന് വാങ്ങുമ്പോൾ. ഇങ്ങനെ സൂക്കൊന്ന് കണ്ടുവന്നോളൂ. ഞങ്ങൾ സൂക്കിൽ നിന്ന് ഇറങ്ങുമ്പം ഇരുട്ടായിട്ടോ. അപ്പം ആ സീനാണ് ആ പോർട്ടിലെ രാത്രി വെളിച്ചം, ആ സീനാണ് നിങ്ങളിപ്പം കാണുന്നത്. നല്ല രസമാണ് നേരിട്ടിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ പോയത് അൽ മൗജ് മസ്കറ്റിലേക്കാണ്.
അൽമൗജ് മസ്കറ്റ് കണ്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്കാണ് ചെന്നത്. ഇനിയിപ്പം അസ്ലിനും സാവയും വെയിറ്റ് ചെയ്തിരുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെത്തി. ഹോട്ടലിൽ ഏറ്റവും മേലത്തെ ഫ്ലോറിലായിരുന്നു സ്വിമ്മിംഗ് പൂള്. അസ്ലിന് നല്ല ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അവളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബീച്ചിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിക്കാൻ, വെള്ളത്തിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഈ പ്രായമുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവാം. അവൾ 2 മണിക്കൂർ കൂടുതൽ അവിടെ ചിലവഴിച്ചു കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.